സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. തറവാടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തിയതും ആദ്യം അവന്തിക ഇറങ്ങി, പിന്നാലെ തന്നെ ബാക്കിയുള്ളവർ ഇറങ്ങി. നിന്നോടൊരു 1000 തവണ പറഞ്ഞതാ എന്റെ കൈവിട്ട് നടക്കരുതെന്ന്, പറഞ്ഞാ കേൾക്കേണ്ടേ? അവന്തികക്ക് പിന്നാലെ വന്നുകൊണ്ട് രാധിക പറഞ്ഞു. അവന്തിക അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഫോണിലേക്ക് നോക്കി നിന്നു. പോട്ടെ രാധു, അവള് കുഞ്ഞല്ലേ, ഇതൊക്കെ കണ്ടപ്പോ നോക്കിപ്പോയി കാണും. രാവണി അവന്തികയെ നോക്കി സ്നേഹം ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. രാധിക ഒന്ന് ചിരിച്ചു, ഒപ്പം പാർവതിയും പത്മയും. എന്നാലും ഞാൻ പേടിച്ചു പോയമ്മേ. സാരല്ലെന്നേ, ഓളെ കണ്ടു കിട്ടിയല്ലോ, നീ വാതിൽ തുറക്ക് പാർവതി. രാവണി പറഞ്ഞതും പാർവതി കയ്യിലെ പേഴ്സിൽ നിന്ന് താക്കോല് പുറത്തേക്ക് എടുത്തു. അല്ലെങ്കിൽ വേണ്ട, അവളെ വിളിച്ച് തുറക്കാൻ പറ, അങ്ങനെ ഇപ്പൊ കിടന്ന് ഉറങ്ങേണ്ട. രാവണി പറഞ്ഞത് സേതുവിനെയാണെന്ന് മനസ്സിലായതും പാർവതി ഫോണെടുത്ത് സേതുവിനെ വിളിച്ചു. അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മനഃപൂർവ്വം എടുക്കാതെ കിടക്കുവാവും, മനുഷ്യനൊരു ഉപകാരത്തിന് ഇവളില്ലല്ലോ. രാവണൻ നെഞ്ചിൽ കൈവച്ചു. പാർവതി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. കോള് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. ദത്തേട്ടാ, ദേ വീണ്ടും വിളിക്കുന്നു, വല്ല അത്യാവശ്യം കാണും. ദത്തൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് സേതു പറഞ്ഞു. എന്നാൽ എഴുന്നേൽക്കാൻ സേതുവിന് കഴിഞ്ഞില്ല. ദത്തൻ അവിടെ തന്നെ പിടിച്ചു കിടത്തി. ഒരാവശ്യം ഉണ്ടാവില്ല, നീ ഇവിടെ മിണ്ടാതെ കിടന്നാൽ മതി. അവർ പുറത്ത് വന്ന് കാണും. വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ, അകത്തേക്ക് കയറാൻ വേണ്ടി വിളിക്കാവും. ഞാൻ പോയി തുറന്നു കൊടുക്കട്ടെ. സേതു വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങി. പക്ഷേ ദത്തൻ സമ്മതിച്ചില്ല. സേതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർന്ന് കിടന്നു. പിന്നെ സേതുവിൻ്റെ അനക്കമൊന്നും ഉണ്ടായില്ല. അവരുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ടാവും, ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിലുണ്ട്. ദത്തൻ പതിയെ പറഞ്ഞു. സേതു ഒന്നും മിണ്ടാതെ വിറച്ച് കിടന്നു. ഇപ്പോൾ ആ കൈവിരലുകൾ ശരീരത്തിൽ തൊടുമ്പോൾ ആ ഒരു വിറയിലാണ്. ദത്തൻ ചിരിയോടെ സേതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. ഇനി ഭൂമി കുലുങ്ങിയാലും ആ കിടത്തിൽ നിന്ന് സേതു മാറില്ലെന്ന് ദത്തൻ അറിയാം. അവന്തിക മുകളിലേക്ക് കയറി അവളുടെ റൂമിലേക്ക് നടന്നു. അറിയാതെ പോലും അജീവിന്റെ റൂമിലേക്ക് നോക്കിയില്ല. നന്ദു വന്നെന്നറിയാം, ആ റൂമിൽ അവളുണ്ടാകും. അവന്തിക മുന്നോട്ട് നടന്നു. പിടിച്ചു കിട്ടിയതുപോലെ അവളുടെ കാലുകൾ നിന്നു. അബിയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ വീണിടിയുന്ന ശബ്ദം. നന്ദ എന്നവന്റെ ശബ്ദം. അവന്തിക അനങ്ങാൻ കഴിയാതെ അങ്ങനെ നിന്നു. ഒരു നിമിഷം മനസ്സിലൂടെ പല പല കാര്യങ്ങളും കടന്നുപോയി. അവളായി വന്നതാകുമോ, ഏട്ടനായി പോയതാകുമോ, എന്താവും ആ റൂമിൽ, അവളെങ്ങനെ അവിടെ എത്തി? അങ്ങനെ പലതും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധി അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ച നന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. കഴുത്തിന് പിടിച്ചുകൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ അജീവിൻ്റെ മുഖം ഓർമ്മ വന്നു. അവന്തികയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിടുന്നു. വേഗത്തിൽ താഴേക്ക് ഇറങ്ങി ഓടി. ആദ്യം പോയത് രാധികയുടെ റൂമിലേക്കാണ്. പിന്നെ പാർവതി, പിന്നെ പത്മാവതി, പിന്നെ രാവണി. എല്ലാവരെയും കൂട്ടി മുകളിലേക്ക് കയറുമ്പോൾ പത്മാവതിയുടെ ഫോണിൽ നിന്ന് സൂര്യനാരായണനെ വിളിച്ചു. വീട്ടിലേക്ക് ഉടനെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. വാതിൽ തുറക്കാതെ കുറച്ചു നേരം വാതിൽക്കലിൽ തന്നെ നിന്നു. തുറന്നില്ല. എല്ലാവരും വരട്ടെ, അതിനായി കാത്തു നിന്നു. മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും സർവ്വശക്തിയും എടുത്ത് വാതിലിൽ ആഞ്ഞു ചവിട്ടി. അന്നേരം അവരൊന്നും അബിയെക്കുറിച്ച് ചിന്തിച്ചില്ല. അവനാണല്ലേ, നാറിയാലും കുഴപ്പമില്ല. പക്ഷെ നന്ദ അങ്ങനെയല്ലല്ലോ. ഭർത്താവിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു കാമുകൻ, അതും വീട്ടിൽ തന്നെ. നാണം കാണാൻ വേറെ പലതും വേണം. അവളുടെ മുഖം കാണാത്ത വിധം പിടിച്ച് പുറത്താക്കില്ലേ? കൂട്ടത്തിൽ തല്ലിക്കൂട്ടാനുള്ള അവസരവും മതി, അത് മതി. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ 5 പേരും. ആദ്യത്തെ ചവിട്ടിൽ വാതിൽ തുറന്നില്ല. വീണ്ടും സർവ്വശക്തിയും എടുത്തുകൊണ്ട് ചവിട്ടി. വലിയ ശബ്ദത്തിൽ ഡോറ് നിലത്തേക്ക് പതിച്ചു. 5 പേരും ഒരുപോലെ അകത്തേക്ക് നോക്കി. ഒപ്പം പുറത്തുനിന്ന് കയറി വന്ന സൂര്യനാരായണനും വിശ്വനും വർമ്മയും ലക്ഷ്യനും ജീതിനും, അങ്ങനെ ഓരോരുത്തരുടെയും കണ്ണുകൾ അകത്തേക്ക് പതിഞ്ഞു. താഴെ റൂമിൽ നിന്നും ആദ്യത്തെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ദത്തൻ ചെവിയോർത്തു. സേതുവിനെ തട്ടി പിടിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ വിട്ടു. ഒപ്പം പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് ഇറങ്ങി. വാതിൽ തുറന്നതും എല്ലാവരും കൂടെ മുകളിലേക്ക് ഓടുന്നത് കണ്ടതും സേതുവും ദത്തനും പരസ്പരം നോക്കി. വരേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ദത്തിനെയും കൂട്ടി സേതു പതിയെ മുകളിലേക്ക് കയറി. അബിയുടെ റൂമിന് മുന്നിൽ നിന്നും അകത്തേക്ക് നോക്കുന്നവരുടെ നോട്ടം പിന്തുടർന്നുകൊണ്ട് അവരുടെ നോട്ടവും അകത്തേക്ക് പോയി. ബെഡിൽ കിടക്കുന്ന നന്ദ, അവളുടെ 2 കൈയിലും പിടിച്ചുകൊണ്ട് അവളിലേക്ക് അമരാൻ കിടക്കുന്ന അബി. അവരുടെ 2 പേരുടെയും നോട്ടം വാതിലിന്റെ ഭാഗത്തേക്കാണ്. അബി പെട്ടെന്ന് ചാടിപ്പടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ നന്ദ 4 ശ്വാസം വലിച്ചു വിട്ട ശേഷം കൈയും കാലും നിവർത്തി നേരെ എന്ന് കിടന്നു, ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. 5 ശ്വാസം വലിച്ചു വിട്ട ശേഷം മുന്നിൽ അവരെ 2 പേരെയും മാറി മാറി നോക്കുന്ന അവന്തികയും നന്ദൊന്ന് നോക്കി. എല്ലാവരും കൂടെയുള്ള ഈ വരവിന് പിന്നിൽ അവളാണെന്ന് മനസ്സിലായി. ഈ നേരം ഈ റൂമിൻ്റെ മുന്നിൽ കൂടെ പോകണമെങ്കിൽ അത് അവന്തികയാകണം. സേതുവും ദത്തനും മുന്നിലെ ദൃശ്യം കണ്ട് ഞെട്ടി. സേതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര, എൻ്റെ കുട്ടി! നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനൊരുങ്ങിയ സേതുമ്മയുടെ കയ്യിൽ ദത്തൻ പിടിച്ചു. സേതു കരഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി.
പോയി അജുവിനെ വിളിക്ക്, കാര്യങ്ങൾ പറയണ്ട, വേഗം ഇങ്ങോട്ട് വരാൻ പറ. ചെല്ല്. ദേത്തൻ സേതുവിൻ്റെ ചെവിയിൽ അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതുക്കെ പറഞ്ഞു. സേതു പിന്നൊന്നും മിണ്ടാതെ വേഗത്തിൽ താഴേക്കോടി. മുത്തേ, നീ ചെയ്ത് നല്ല ഉദ്ദേശത്തിലാവില്ലെന്ന് അറിയാം, എന്നാലും നീ മുത്താടി ചക്കരെ. പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അജുവിനെ ഉമ്മിക്കാൻ നോക്കിയവളല്ലേ പിശാശി. നന്ദു അവന്തികയെ തന്നെ നോക്കി. എല്ലാവരും നോക്കി നിന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ കിടക്കുന്നവളെ കണ്ട് രാധയൊക്കെ അങ്ങ് വിറിഞ്ഞു കയറി. ഡീ ആ തള്ള തുടങ്ങി. വാ തുറക്കേണ്ട തള്ളേ, തുറന്ന മകനും നാറും. നോറ്റിക്കും ഞാൻ. നന്ദി ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നേരെ നോക്കിയത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അബിയെയാണ്. എല്ലാം അവളുടെ തലയിലിടാനുള്ള പ്ലാനിലാണ്. എത്രത്തോളം വർക്കാകുമെന്ന് അറിയില്ല, എന്നാലും ശ്രമിക്കുമെന്ന രീതിയിലാണ് അവൻ. ഈ നിമിഷം എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊന്നോ, അല്ലാതെ ജീവനോടെ വിട്ടാ പിന്നെ നിന്നെ ഞാൻ ബാക്കി വെപ്പിക്കില്ല, നരകിപ്പിക്കും. നേരത്തെ അവൻ ചിരിച്ച പോലെ ഒരു ക്രൂരമായ ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അവന് കേൾക്കാൻ പാകത്തിന് മാത്രമേ അന്നേരം അവളുടെ ഭീഷണിക്ക് ശബ്ദമുണ്ടായിരുന്നുള്ളൂ. രാധിക മുന്നോട്ട് വന്ന് നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് നിർത്തി. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ ദിസ് സ്റ്റേജ്. നന്ദു ചുണ്ടുകൾക്കിടയിൽ പൊരുപുറത്തു. ഡീ, നിന്റെ സൂക്കേട് ആ പൊട്ടനോട് മതിയായിരുന്നില്ലേ? എൻ്റെ മകനെ വശീകരിക്കണമായിരുന്നു ഡി, ഒരുമ്പെട്ടവളെ. രാധിക അവളിൽ നിന്ന് തുറച്ചു നോക്കി ദേഷ്യത്തിൽ അറപ്പോടെ നോക്കി. എന്തിന്? ഒന്ന് പോതള്ളേ, പോയി മകളെ നോക്ക്. പെട്ടെന്ന് നന്ദുവിൻ്റെ മുന്നിലേക്ക് രാവണി കയറി നിന്നു. ഓ, അടുത്തത്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. എന്താടി കുടുംബത്തിൽ പിറന്ന നല്ല ചെക്കന്മാരെ നോക്കി ഇറങ്ങിയിരിക്കുവാണോ നീ? അതെങ്ങനെ? കുടുംബത്തിന് പിടിക്കാത്ത ഓരോ മാനങ്ങളെ കെട്ടിക്കൊണ്ട് വന്നേക്കുമല്ലേ, അനുഭവിച്ചോ? രാവണി അത് പറഞ്ഞത് പ്രതാപനെ നോക്കിയാണ്. ഇതിപ്പോ എന്താണ് സംഭവം? ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ മുഖം കണ്ട, ഈ കോലം കണ്ടല്ല അറിയില്ലേ ഈ കുടുംബത്തിൽ പെടുന്ന നല്ലവനായ ഉണ്ണി ചെയ്തത്? ഇവറ്റകളൊക്കെ എന്താവോ ഇങ്ങനെ? കണ്ടോ അവളുടെ നൃത്തം കണ്ടോ? ഈ കണ്ട പേക്കൂത്ത് മുഴുവൻ കാണിച്ചിട്ട് അതിൻ്റെ വല്ല ഭാവം അവൾക്കുണ്ടോ? നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? എന്ത് പേക്കൂത്ത്! എൻ്റെ പേക്കൂത്ത് എൻ്റെ അജുവിൻ്റെ അടുത്ത് പോലും ഞാൻ എടുത്തിട്ടില്ല. പിന്നെയാ ഈ മരമോന്തിയുടെ അടുത്ത്. ശാപം നിൽക്കുന്ന നോക്ക്, താലയും താഴ്ത്തി. ഇത് നിന്റെ അവസാനത്തെ താഴ്ത്തലട പന്നി. എൻ്റെ അജുവോട് വരട്ടെ. സ്ത്രീയുടെ മേൽ കൈവച്ച വെട്ടുന്നത് കൈയല്ല, തലയാ. അങ്ങനെ പറയിപ്പിക്കണം നാറി ഞാൻ. നോക്കിക്കോ നീ. അവന്തിക നന്ദുവിനെ തന്നെ നോക്കി. ഒരു പേടിയോ സങ്കടമോ ഒന്നും അവളുടെ മുഖത്തില്ല. എന്നും കാണുന്ന ഭാവം, കൂടുതലോട് പുച്ഛവും. ഈ അവസ്ഥയിൽ തന്നെ എവിടെന്നെങ്കിലും പിടിച്ചാൽ എങ്ങനെയാവും? ആരുടെയും മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി ഒരുക്കി ഒലിച്ച് നിൽക്കില്ലേ? അവന്തികയുടെ കണ്ണുകൾ നേരെ അബിയിലേക്ക് നീണ്ടു. ആരെയും നോക്കാതെ നിൽക്കുകയാണ്. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി അതിൽ നിന്നും അബിയെ രക്ഷിക്കണം. എല്ലാം അവളുടെ തലയിൽ കെട്ടിവെക്കണം. പക്ഷെ എങ്ങനെ? അതാണ് അറിയാത്തത്. അവന്തിക അബിയുടെ മുന്നിലേക്ക് വന്നു നിന്നു. ഏട്ടൻ ഇവൾ ഇഷ്ടാണോ? അല്ല. അയ്യേ പൊട്ടൻ, തീരെ ധൈര്യല്ല. അബിയുടെ മറുപടി കേട്ടത് നന്ദൊന്ന് ചിരിച്ചു. കുറച്ചു മുമ്പ് വലിയ വലിയ ഡയലോഗ് കാണിച്ചവനാണ് ഇപ്പൊ തലയും താഴ്ത്തി പേടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിലും അവന് ഇഷ്ടാവില്ല. ഈ എണ്ണം കെട്ടവൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നതാവും. വിവാഹം കഴിക്കാത്ത പുരുഷനല്ലേ. അവളായി വന്നപ്പോ എതിർപ്പ് കാട്ടിക്കാണില്ല. രാധിക അബിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് നന്ദു ഉച്ചത്തിൽ കൈകൂട്ടി. ഒപ്പം അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി. എന്തോ നന്ദുവിൻ്റെ നോട്ടം വാർമയിലെത്തി. അദ്ദേഹം അവളെ നോക്കാതെ തിരിഞ്ഞു നടന്നു. ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ട എന്ന പോലെ. എന്തോ അദ്ദേഹത്തിൻ്റെ ആ ഭാവം കണ്ടപ്പോൾ നന്ദുവിനൊരു വിങ്ങൽ തോന്നി. പാവം, എന്താ ഒന്ന് പ്രതികരിക്കാത്തത്? ലോകത്ത് ഇങ്ങനെ പറയുന്ന ഒരമ്മ, അത് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. മകൻ ചെയ്ത് തെറ്റ് വെള്ള പൂശാൻ നോക്കുന്ന ഒരമ്മ. ചെയ്തത് തെറ്റാണെങ്കിൽ അത് പറഞ്ഞു തെറ്റി നല്ല വഴിക്ക് കൊണ്ടുവരുന്നതാണ് അമ്മ. അതിന് തന്നേക്കാൾ പോരുന്ന മകനെ 2 കൊടുത്താലും വേണ്ടിയില്ല. അല്ലാതെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നിർത്തടി നാശൂലമേ, അവൾ എൻ്റെ കുട്ടിയെ പറയുന്നു. നിനക്കെന്താടി പാതിരാത്രി എൻ്റെ കുട്ടിയുടെ റൂമിൽ കാര്യം? അവൻ നിന്നെ തേടി വന്നതൊന്നും അല്ലല്ലോ. നീ അവനെ തേടി ഈ റൂമിൽ വന്നതല്ലേടി? രാവണിടയ്ക്ക് കയറി നന്ദുവിനെ നേരെ ചീറി. നന്ദു പിറഞ്ഞു തുള്ളി നിൽക്കുന്ന രാധികയെ ഒന്ന് നോക്കി. എങ്ങനെ നേരെയാവും? ഇതുപോലെ ഒരു രാക്ഷസിയുടെ വയറ്റിലല്ലേ ജനിച്ചത്. അപ്പം എങ്ങനെ നേരെയാവാനാണ്? ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി. ചോദിക്കേട്ട, ഈ നട്ടപ്പാതിരാക്കി എന്തിനാ ഇവൾ എൻ്റെ മകൻ്റെ റൂമിൽ കയറിയതെന്ന് ചോദിക്ക്. രാധിക സൂര്യനാരായണൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സൂര്യനാരായണൻ നന്ദുവിനെ നോക്കി. കവളിൽ ആടിക്കൊണ്ട പാടുകൾ. അയാളുടെ കണ്ണുകൾ അബിയിലേക്ക് നീണ്ടു. ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന നന്ദുവിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. അബി! സൂര്യനാരായണൻ അവനെ വിളിച്ചതും അബി അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി അവരെ നോക്കി. ഈ കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതാണോ? ആയി വാ, അങ്ങനെ അങ്ങ് ചോദിക്കുക കാരണവരെ. അവൻ്റെ മറുപടി കേൾക്കട്ടെ. അതെ,
അവളായിക്കൊണ്ട് വന്നതാ. അർജുനില്ലാത്ത സമയമല്ലേ. ഞാൻ വന്നതോട് തന്നെ ഒരു നോട്ടവും തൊടലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനാകുന്ന പോലെ തടയാൻ നോക്കിയതാ, എന്നിട്ടും പോയില്ല. അവസാനം എനിക്ക് രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നു. പിന്നെ ഓരോന്ന് പറഞ്ഞു തന്നെ. അഭി പറഞ്ഞു തീരുന്ന മുമ്പ് തന്നെ അവൻ ചുമരിലേക്ക് തെറിച്ച് വീണ് നിലം പതിച്ചിരുന്നു. നിലത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി. അവിടെ നിൽക്കുന്ന അർജുൻ ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ. നായിൻ്റെ മോനെ, നീ എന്ത് പറഞ്ഞടാ എൻ്റെ പെണ്ണിന്? പറഞ്ഞുകൊണ്ട് അജു അവനെ നിലത്തിൽ നിന്ന് വലിച്ചെടുത്തു. ചുറ്റും നിൽക്കുന്ന എല്ലാവരും അനങ്ങാതെ അവനെ തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം എല്ലാവരും അനങ്ങാൻ കഴിയാതെ പഴയ അർജുനെ കണ്ട പകപ്പിൽ നിന്നു. അബിയെ പിടിച്ചു നിർത്തി അവൻ്റെ മൂക്കിലിട്ട് അജു പഞ്ച് ചെയ്തു. മൂക്കിൽ നിന്ന് രക്തം കട്ട പോലെ ഒഴുകിയിറങ്ങി. ആ സമയം ബോധം വന്ന പോലെ രാധിക അവിടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അജുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പിന്നിലേക്ക് മാറ്റി നിർത്താൻ നോക്കി. മാറി നിൽക്ക് തള്ളേ. രാധികയുടെ കയ്യിൽ പിടിച്ചൊരു തള്ളായിരുന്നു. അവരടപടല നിലത്തേക്ക് വീണു. എല്ലാവരും രാധികയെ താങ്ങി പിടിച്ചു. രാധികയ്ക്ക് അർജുന അറിയാത്തത് കൊണ്ടാണ്. ഡാ ഭ്രാന്ത, എൻ്റെ മോനെ വിടടാ. രാധിക അവിടെ കയ്യിൽ നിന്ന് കുതിരിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അജു അവരെ കാത്തുന്ന കണ്ണുകളോട് നോക്കി. നിന്റെ ഭാര്യ എൻ്റെ മകൻ്റെ അടുത്ത് വന്നേന് നീ എന്തിനാടാ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്? നീ നിന്റെ ഈ പിഴച്ച ഭാര്യയെ തല്ലടാ. രാധിക പറഞ്ഞതുപോലും കേൾക്കാൻ നിൽക്കാതെ അജു അബിയെ തല്ലിച്ചതച്ചു. ആരും പിടിച്ചു മാറ്റാൻ പോകാൻ നിൽക്കുന്നത് നോക്കി രാധിക എല്ലാവരെയും നോക്കി. എല്ലാവരും കണ്ണു നിറച്ച് അജുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. ഡാ മാറി നിൽക്കടാ എൻ്റെ മോൻ. ഏട്ടാ അവനൊന്ന് മാറ്റ്. ആ ചെറുക്കൻ ഭ്രാന്ത് മൂത്തം തോന്നുന്നു. ചെല്ല് പോയി പിടിച്ചു മാറ്റ്. രാധിക വിശ്വന്റെയും സൂര്യന്റെയും മുന്നിൽ പോയി നിന്നും പറഞ്ഞു. അവരാദ്യം ഒന്ന് പകച്ചതിന് ശേഷം അജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അജു അവനെ വിട്, ഇനി തല്ലി അവൻ ചത്തുപോകും. അജുവിനെ പിടിക്കാൻ നീട്ടിയ കൈമിന് വലിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു. അജു മുഖം ചരിച്ചുകൊണ്ട് സൂര്യനെ നോക്കി. വല്ലശനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല, എന്നെ തോട്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അബിയുടെ നേരെ കൈ ഉയർത്തി താഴ്ത്തി. അജു മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കേൾക്കുന്നത് അബിയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. അപ്പോൾ തോന്നിയ ദേഷ്യത്തിനാണ് ആ തല്ല് മുഴുവൻ. അജുവായിട്ട് അവനിൽ നിന്ന് മാറില്ലെന്ന് മനസ്സിലായതും എല്ലാവരും കൂടെ അജുവിനെ പിടിച്ചു മാറ്റി. എന്നിട്ടും അജുവിനെ കാലി അടങ്ങിയിരുന്നില്ല. വിട്, എന്നെ വിടാൻ. അജു അലറിയതും എല്ലാവരും അവനിലെ പിടിവിട്ടു. അജു നിലത്ത് കിടന്ന് പുളയുന്ന അബിയെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നിന്ന് ചുറ്റും നോക്കി. അവൻ്റെ നന്ദ എവിടെ? അതാണ് അവൻ നോക്കിയത്. ചുറ്റും നോക്കിയ കണ്ണുകൾ അവൻ്റെ നന്ദയിലുടക്കി. ചുമരിൽ ചാരി അവനെ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവളുടെ 2 കവിളിലെ അടയാളം, ചുണ്ടിൽ പൊട്ടിയ പാട്, രക്തം കട്ട പിടിച്ച പോലെ. അജു ഒരു നിമിഷം ആ നിൽപ്പ് തന്നെ നിന്നു. പിന്നെ തിരിഞ്ഞ് പാഞ്ഞു ചെന്ന് അബിയുടെയും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അവൻ്റെ വായിൽ നിന്ന് രക്തം തറയിലേക്ക് തെറിച്ചു. ഒപ്പം അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അടുത്ത് നിന്നവരിലേക്കും തെറിച്ചു. ആ ദേഷ്യം അവന് പോലും പിടിച്ചാൽ കിട്ടില്ല. അജു അബിയുടെ മുന്നിൽ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന അവന്തികയെ തള്ളി മാറ്റി അങ്ങോട്ടേക്ക് കുനിഞ്ഞിരുന്നു. നാളെ നേരം പുലർന്നവരെ നിനക്ക് സമയമുണ്ട്. നാളെ നേരം പുലർന്നിട്ട് നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടോ തീർക്കും ഞാൻ. ഭ്രാന്തൻ എന്ന പേരുള്ളത് കൊണ്ട് ശിക്ഷിക്കുമോ എന്ന പേടിയില്ല. ആരെയും കൊല്ലാൻ അർജുനും മടിയുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നീയായിട്ട് ഉണ്ടാക്കി തരരുത്. പൊക്കോണം, എല്ലാവരെയും പുറക്കരുത്, വന്ന പോലെ പൊക്കോണം. അത്രയും പറഞ്ഞുകൊണ്ട് അജു നേരെ നിവർന്നു നിന്നു. അവനെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് നന്ദവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങിയതും പേടിയോടെ നിൽക്കുന്ന സേതുമേയും ദത്തനെയും കണ്ടു. വല്ലച്ചനിങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല, ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ, പോയി കിടന്നേ. അജു ഗൗരവത്തിൽ പറഞ്ഞതും ദത്തനൊന്ന് ചിരിച്ചു. സേതു നന്ദുവിൻ്റെ അടികൊണ്ട് കവളിൽ പതിയെ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു നേരം വൈകിയിരുന്നെങ്കിൽ എന്താകുമായി നിന്റെ കുഞ്ഞിൻ്റെ സ്ഥിതി? ആ ചിന്തയിൽ പോലും സേതു വിറച്ചു. ഓയ്, അടി കിട്ടിയ എനിക്കില്ലല്ലോ കുലുക്കം, പിന്നെ എന്തിനാ എൻ്റെ സേതുമ്മ കരയണത്? പോയേ. നന്ദു ചിരിയോടെ പറഞ്ഞതും ദത്തൻ സേതുവിനെയും കൂട്ടി താഴേക്ക് നടന്നു. അജു നന്ദുവിനെ നോക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി. പിന്നാലെ നന്ദു കയറിയതും അജു ശക്തിയിൽ ആ വാതിൽ കൊട്ടിയടച്ചു. അവളുടെ അമ്മൂമ്മയുടെ കാരാട്ട, ബ്ലാക്ക് ബെൽറ്റ്, ഇതാണോടി പുല്ല നിന്റെ കാരാട്ട? ഒരാൾ കൈ വീശി അടിച്ചതും വാങ്ങിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണവൾ. അജു പല്ല് കടിച്ചുകൊണ്ടല്ലത്. അത് ശരി, ഇതാണ് ഇപ്പം ഉണ്ടായേ. വാതിലടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മിക്കുന്നു, കരയുന്നു, സമാധാനിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയല്ലേ ഞാൻ കണ്ട കിനാശ്ശേരി. പക്ഷേ ഇതെന്താ ഇങ്ങനെയായേ? അജൂട്ടാ, ഇങ്ങനെ അല്ലട കൂട്ടാ. നന്ദവൻ്റെ അടുത്തേക്കൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അജയോളൊന്ന് തുറച്ചു നോക്കി. ഇങ്ങനെ തന്നെയാണ്. നീ എന്താ അവനടിക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കുവായിരുന്നൊരു കഴുത? ആണോന്ന്? അല്ല, പിന്നെ അത് ഞാൻ തടുക്കാനൊക്കെ നോക്കി, കയ്യും കൊണ്ടും കാലും കൊണ്ടും തടുക്കാനൊക്കെ നോക്കി. ഒരു കെക്കിടാൻ നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. എല്ലാം ലോക്കാക്കി.
നന്ദു സങ്കടത്തിൽ പറയുമ്പോൾ അജു ഒന്നും മിണ്ടാതെ അവളെ നോക്കി. കൈയും കെട്ടി നിൽക്കില്ലെന്ന് അറിയാം, അവളെ കൊണ്ടാവുന്ന പോലെ നോക്കി കാണും. പക്ഷേ അജു അവളിൽ നിന്ന് തിരിഞ്ഞു നിന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ പന്നിയെ പോയി തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ട്. അജൂട്ടാ ക്ഷമിക്കടാ. അവൻ്റെ പുറത്തു കൂടെ ചാരി മുന്നിലേക്ക് 2 കൈയും നീട്ടി അവനെ കെട്ടിപ്പിടിച്ചു. അജുവിൻ്റെ കണ്ണു നിറഞ്ഞു. പാവം പേടിച്ച് കാണും. ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ആ കുരങ്ങൻ്റെ മൂക്കാമടക്കൊന്ന് കൊടുക്കണതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് മൂക്കാമടക്ക് തന്നെ കിട്ടിയില്ലേ? അജു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു. നന്ദു വിളിച്ചു. അജു ആ 2 കവിളിലും അവൻ്റെ കൈ കൊണ്ട് പതിയെ തലോടി. വേദനയുണ്ടോ? നന്ദു പതിയെ തലയൊന്ന് കുലുക്കി. അജു പതിയെ ആ രക്തം തങ്ങിയ ഭാഗം മുത്തി. പതിയൊന്ന് ഉണഞ്ഞു അവളുടെ രക്തത്തിൻ്റെ രുചി. അവൻ കണ്ണുകൾ മുറുകെ അടച്ച് പിടിച്ചുകൊണ്ട് 2 ചുണ്ടുകളെയും ഒരുമിച്ച് വായിലാക്കി നുണഞ്ഞു. നന്ദുവിൻ്റെ കൈ അജുവിൻ്റെ പുറത്ത് മുറുകെ പിടിച്ചു. അജു അവളുടെ ചുണ്ടുകളിൽ നിന്നും വിടാതെ തന്നെ അവളുടെ ധാവണിശാൾ അവളിൽ നിന്നും അകത്തി നിലത്തേക്കിട്ടു. എന്താ എന്ത് ചെയ്യാൻ പോവാ? അവനെ ഒന്ന് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് നന്ദു ചോദിച്ചു. പൂർണ്ണമായിട്ട് അവനിൽ നിന്നും മാറിയിട്ടില്ല. തല അല്പം പിന്നിലേക്ക്, അത്രയേ ഉള്ളൂ. എല്ലാം ചെയ്യാൻ പോവാ, എല്ലാം. അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു പോയി വാതിൽ ലോക്കാക്കി വന്നു. നന്ദവനെ നോക്കി ചുണ്ട് ചുളുക്കി നിന്നു. ഞാൻ കുളിച്ചിട്ടില്ല അജൂട്ടാ. നമുക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കുളിക്കാടി നന്ദൂട്ടാ.